പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. മലയാളിയുടെ മനസ്സിൽ വായനയുടെ വസന്തം സൃഷ്ടിച്ച മഹാപ്രതിഭയായ PN പണിക്കരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19, 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി 1909 മാർച്ച് 1 അദ്ദേഹം ജനിച്ചു. എല്ലാവരും വായിക്കണം, വായിച്ചു വളരണം, അറിവാണഗ്നിയാണ് പുസ്തകം എന്ന തിരിച്ചറിവ് നേടിയ അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതന ധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സാംസ്കാരിക ജാഥയുടെ മുൻനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. മലയാള ജനതയെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി അവരുടെ മനസ്സിൽ അറിവിൻ വെളിച്ചം പകർന്ന ആളാണ് PN പണിക്കർ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നായകൻ, കാൻഫെഡിൻ്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിനു നൽകി. 1995 ജൂൺ 19 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. PN പണിക്കർ അധ്യാപകനായി ജോലി ചെയ്ത അമ്പലപ്പുഴ LP സ്കൂൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്തു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നു. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ, അക്ഷരമാകുന്ന അഗ്നിയെ ഏറ്റവും മൂല്യമുള്ളതായി കണക്കാക്കി ഉയർത്തിപ്പിടിച്ച PN പണിക്കരുടെ സ്മരണാർത്ഥം കേരള സർക്കാർ ഒരു 5 രൂപ സ്റ്റാമ്പ് പുറത്തിറക്കി.